ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് വേർഡ്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാലോ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേർഡ്സിന്റെ മീനിങ് അറിയണം അല്ലേ. അപ്പൊ ആദ്യത്തെ വേർഡ് ഇതാണ് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, സ്റ്റിൽ ഇപ്പോഴും, ഇവാലുവേറ്റ് വിലയിരുത്തുക, ഡിക്ലൈൻ നിരസിക്കുക, ബിസൈഡ്സ് കൂടാതെ, ഓൾവേസ് എപ്പോഴും, സംവൺ ആരോ, എലോൺ തനിച്ച്. നമ്മൾ പറയത്തില്ലേ തനിച്ചിരിക്കട്ടെ, അതാണ് എലോൺ തനിച്ച്. സഡൻലി പെട്ടെന്ന്, സഡൻലി റിയാക്ഷൻ പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ. ഗെയിൻ നേടുക, ലീസ്റ്റ് കുറഞ്ഞ പക്ഷം, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും, അത്രയെങ്കിലും ചെയ്യണം എന്ന് പറയില്ലേ, അറ്റ്ലീസ്റ്റ്. കോൺസ്റ്റന്റ്ലി എപ്പോഴും, അതായത് മാറ്റമില്ലാതെ തുടരുന്നതാണ് കോൺസ്റ്റന്റ്ലി. ഹിക്കപ്പ് ഇക്കിൾ അല്ലെങ്കിൽ എക്കിട്ടം എന്ന് പറയാറുണ്ട്. ഗോൺ പോയി, ഗ്ലിമ്മർ മങ്ങിയ വെളിച്ചം, ഗ്ലെയർ തുറിച്ചു നോക്കുക, ലവ് സ്ട്രക്ക് സ്നേഹനിർഭരനായ, മെനി ധാരാളം, ക്രൂവൽറ്റി ക്രൂരത, അൺപെയ്ഡ് കടപ്പെട്ട അല്ലെങ്കിൽ വീട്ടാത്ത, ലൈക്ക് ഇഷ്ടം, വോണ്ട് ആവശ്യം, പ്രൈഡ് അഭിമാനം, ലുക്കപ്പ് അന്വേഷണം, ഹാർഷ് പരുപരുത്ത അല്ലെങ്കിൽ പരുക്കനായ എന്നൊക്കെ പറയാറുണ്ട്. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് പരിചയക്കുറവ്, ഒരു കാര്യത്തിലുള്ള പരിചയക്കുറവ് എന്ന് പറയാറില്ലേ, അതാണ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. ഇൻകം വരവ്, കമ്മിറ്റ്മെന്റ് കടപ്പാട്, മെന്റൽ മാനസികമായ, ഫിസിക്കൽ ശാരീരികമായ, ലലാബി താരാട്ടുപാട്ട്, കോൺസെപ്റ്റ് വിശ്വാസം, ട്രാപ്പ് കെണി, നമ്മൾ പറയില്ലേ കെണിയിൽ അകപ്പെട്ടു എന്ന്, അതാണ് ട്രാപ്പ്. ഫെയിൽ തോൽക്കുക, ഇമ്പോസ് അടിച്ചേൽപ്പിക്കുക, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അടിച്ചേൽപ്പിക്കുന്നതാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. ഫേക്ക് വ്യാജമായ, റെസ്പോണ്ട് പ്രതികരിക്കുക, അക്യൂസ് കുറ്റപ്പെടുത്തുക, എഗ്രി സമ്മതിക്കുക, ഡിസഗ്രി വിസമ്മതിക്കുക, ക്ലിയർ അപ്പ് വൃത്തിയാക്കുക, പ്രജുഡൈസ് മുൻവിധി, സൂപ്പർവൈസ് മേൽനോട്ടം, ഒരു കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നതിനാണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഫെസിലിറ്റി സൗകര്യം, പ്രറ്റി അഴകുള്ള, എൻഡ് അവസാനം, ആഫ്റ്റർ എഫക്റ്റ് പരിണിത ഫലം, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ അതിന്റെ പരിണിത ഫലം ലഭിക്കും എന്നുള്ളത്, അതാണ് ആഫ്റ്റർ എഫക്റ്റ്. അൺഫിറ്റ് ചേർച്ചയില്ലാത്ത, ഒരു കാര്യം ഇപ്പൊ ഡ്രസ്സ് ആയാലും നമുക്ക് ചേർച്ചയില്ലാത്തതൊക്കെ നമ്മൾ വാങ്ങാറുണ്ടല്ലേ, അത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഫിറ്റ് ആകാത്തത്, അതാണ് അൺഫിറ്റ്. അനോയ് വിഷമിപ്പിക്കുക, പ്രൊറ്റസ്റ്റ് എതിർക്കുക, എലോങ് കൂടെ അല്ലെങ്കിൽ ഒപ്പം, റീസണബിൾ പ്രൈസ് ന്യായമായ വില, റീസണബിൾ സാലറി ന്യായമായ ശമ്പളം, ഡിസ്ട്രോയ് നശിപ്പിക്കുക, വാഷ് നനയ്ക്കുക, സോക്ക് മുക്കുക, എന്തെങ്കിലും ഒരു കാര്യം മുക്കുക എന്ന് പറയുന്നതിനാണ് സോക്ക്. എക്സ്പെക്ട് പ്രതീക്ഷിക്കുക, കാൽക്കുലേറ്റ് കണക്കുകൂട്ടുക, ക്ലാപ്പ് കൈയടിക്കുക, പ്ലാന്റ് നടുക, അവോയ്ഡ് ഒഴിവാക്കുക, റിലീഫ് ആശ്വാസം, മെറ്റൽഡ് റോഡ് ടാറിടാത്ത റോഡ്, ഗട്ടർ റോഡിലെ കുഴി, റോഡിലെ കുഴിക്ക് എങ്ങനെ പറയാ ഗട്ടർ, ടാർ റോഡ് ടാറിട്ട റോഡ്, ഫുട്പാത്ത് നടപ്പാത, ഡ്രിപ്പ് തുള്ളി തുള്ളിയായി വീഴുക. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ട്രിപ്പ് ഇട്ടു എന്ന്. ട്രിപ്പ് ഇട്ടു എന്നല്ല പറയേണ്ടത്, ഡ്രിപ്പ് ഇട്ടു എന്നാണ്. ഡ്രിപ്പ് തുള്ളി തുള്ളിയായി വീഴുക, മരുന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത്, മരുന്നല്ല എന്തും തുള്ളി തുള്ളിയായിട്ട് വീഴുന്നതിനാണ് നമ്മൾ ഡ്രിപ്പ് എന്ന് പറയുക. പ്ലെഡ്ജ് പ്രതിജ്ഞ, സിമ്പിൾ ആഡംബരമില്ലാത്ത, സബ്സ്റ്റിറ്റ്യൂട്ട് പകരം വെക്കുക, നോ സബ്സ്റ്റിറ്റ്യൂട്ട് പകരം വെക്കാനില്ലാത്തത്, ഇന്റിമസി അടുപ്പം, ടേൺ ഊഴം, സ്മൂത്ത് മിനുസമുള്ള, സോഫ്റ്റ് മൃദുവായ, ഹാർഡ് കട്ടിയുള്ള, ഹോളോ എന്ന് പറഞ്ഞാൽ പൊള്ളയായ, അതായത് എം ടി ഒന്നും ഇല്ലാത്ത, ഡേർട്ടി വൃത്തികെട്ട, സൈലന്റ് നിശബ്ദമായ, സപ്ലൈ വിതരണം ചെയ്യുക, എയിം അറ്റ് ലക്ഷ്യം വെക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതിനാണ് നമ്മൾ എയിം അറ്റ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ് ആശ്രയിക്കുക, മറ്റൊരാളെ ആശ്രയിക്കുന്നതിനും നമ്മൾ ഡിപ്പെൻഡ് എന്നാണ് പറയുന്നത്. സാറ്റിസ്ഫൈ തൃപ്തിപ്പെടുത്തുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയണമെങ്കിൽ സാറ്റിസ്ഫൈ എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. ഇന്റിമേറ്റ് ആത്മാർത്ഥമായ, ഡെക്കറേറ്റ് അലങ്കരിക്കുക, നമ്മൾ വീടൊക്കെ അലങ്കരിക്കുന്നതിന് എന്താ പറയാ ഡെക്കറേറ്റ്. കോമൺ സെൻസ് സാമാന്യ ബോധം, നിനക്ക് കോമൺ സെൻസ് എങ്കിലും വേണ്ടേ, സാമാന്യ ബോധമെങ്കിലും വേണ്ടേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ക്രൈ കരയുക,
സ്റ്റാറ്റസ് അന്തസ്, സ്റ്റാറ്റസ് എന്നും പറയാം സ്റ്റേറ്റസ് എന്നും പറയാം കേട്ടോ. ലാപ്പ് മടിത്തട്ട്, നോ ചാൻസ് ഒരു സാധ്യതയില്ല. പ്ലേ കളിക്കുക, അപ്ലൈ അപേക്ഷിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് അപേക്ഷിക്കുക എന്നുള്ളതിനാണ് നമ്മൾ അപ്ലൈ എന്ന് പറയുക. ഫൗൾ പ്ലേ കള്ളക്കളി, ഷോർട്ട് കട്ട് കുറുക്കുവഴി, റെസ്ക്യൂ രക്ഷിക്കുക, നാരോ റോഡ് ഇടുങ്ങിയ വഴി, ക്ലയന്റ് ഇടപാടുകാരൻ, എസ്റ്റിമേറ്റ് വിലയിടുക, ഏതൊരു കാര്യത്തിനും വിലയിടുന്നതിനാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ആക്യുറേറ്റ് കൃത്യമായ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.